ഹലോ, നമസ്കാരമുണ്ട്. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളെ വലിയൊരു പ്രശ്നം ഇപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ധാരാളം ഇൻഫർമേഷൻ നമ്മുടെ മുമ്പിൽ ന്യൂസ് ഫീഡായിട്ട് അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ശരിയേതാ തെറ്റേതാ എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള സാവകാശവും സമയവും ഇല്ല. അപ്പോൾ നമ്മൾ വരുന്ന സംഭവം എവിടുന്ന് വരുന്നതനുസരിച്ച് നമ്മൾ നേരെ അങ്ങോട്ട് എടുത്തിട്ട് വിഴുങ്ങും. അപ്പോൾ നമ്മളുടെ എബിലിറ്റി ടു തിങ്ക് ക്രിട്ടിക്കലി, ആൾക്കാരുടെ അനുമാനങ്ങളും അഭിപ്രായങ്ങളും ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള കഴിവൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തും. നോട്ട് ജസ്റ്റ് ദാറ്റ് നമ്മൾ ബയസ്ഡ് ആവുമെന്ന് മാത്രമല്ല, ആ ബയസ്ഡ് തോട്ട് വഴിയാണ് നമ്മൾ ലോകത്തെ മുഴുവൻ കാണുക. അപ്പോൾ നമ്മളുടെ പേഴ്സ്പെക്റ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാണ്ട് നമ്മൾ മറ്റുള്ളവരുടെ പേഴ്സ്പെക്റ്റീവ്സ് നമ്മളുടേതാക്കി എടുത്തിട്ട് മുന്നോട്ട് പോകും. ഇതിൽ കുറേ കാരണങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് സമയമില്ല, കാരണം എല്ലാ കാര്യങ്ങളും വളരെ ഫാസ്റ്റായിട്ട് കിട്ടുമ്പോൾ തന്നെ ഫോർവേഡ് ചെയ്യണം, ചിന്തിക്കാനുള്ള സമയമില്ല എന്നുള്ള രീതിയിൽ നമ്മളെക്കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് തെറ്റായ ഡിസിഷൻ എടുപ്പിക്കാൻ വേണ്ടിയിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ശ്രമിക്കുമെന്നുള്ളതാണ്. ആർക്കും ഒരു മിനിറ്റിൻ്റെ മുകളിലൊന്നൊരു സംഭവത്തെക്കുറിച്ച് ചിന്തിക്കാനോ ആഴത്തിൽ മനസ്സിലാക്കാനോ ഉള്ള സാവകാശവും സന്ദർഭവും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ പെരിഫറി ആയിട്ട് ഷാലോ ആയിട്ട് കാര്യങ്ങളെ കാണുക, വളരെ ബൈനറി ആയിട്ട് കാര്യങ്ങളെ കാണുക, ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിലൂടെ ആണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ക്രിട്ടിക്കലി ചിന്തിക്കാൻ കഴിയും, എങ്ങനെ നമുക്ക് അനുമാനങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ തന്നെ അനുമാനങ്ങൾ കേട്ടോ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളല്ല. നമുക്ക് തന്നെ എന്തെങ്കിലും ഒരു രീതിയിൽ കാര്യം തോന്നുന്നുണ്ട്, അതെന്താ എനിക്ക് അങ്ങനെ തോന്നാൻ എന്ന് സ്വയം അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതും കൂടെ വേണം. അപ്പം കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഞാൻ അജൈൽ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടൊരു ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇത് കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്. അത് എല്ലാ ആഴ്ചയും ഇംഗ്ലീഷിലാണ്. ബേസിക്കലി എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ കൂടെ ഒരു 5-10 മിനിറ്റ് സംസാരിക്കുക എന്നുള്ളതാണ്. ഇറ്റ്സ് മോർ ഓഫ് സെൽഫ് റിഫ്ലക്ഷൻ ദാൻ എനിത്തിങ്. അതേപോലെ അജൈൽ മലയാളി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ അതും ഒന്ന് നോക്കണം. അപ്പോൾ കാര്യത്തേക്ക് കിടക്കാം. ആദ്യത്തെ പോയിന്റ്, സെപ്പറേറ്റ് ഫാക്ട്സ് ഫ്രം ഒപ്പീനിയൻസ് എന്നാണ്. പറയുന്നത് അഭിപ്രായമാണോ അല്ല അത് യാഥാർത്ഥ്യമാണോ, സത്യാവസ്ഥയാണോ, വസ്തുതയാണോ, വസ്തുതാപരമായ കാര്യങ്ങളാണോ അതോ അഭിപ്രായമാണോ പറയുന്നത് എന്ന് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കാം? നമുക്ക് വെരിഫയബിൾ ഡേറ്റയാണോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത്. നിങ്ങൾക്കത് വെരിഫൈ ചെയ്യാൻ പറ്റുമോ? കാരണം ഞാൻ പറഞ്ഞതുകൊണ്ട് ശരിയാവണമെന്നില്ലല്ലോ. ഇപ്പം എന്നെ ഭയങ്കര വിശ്വാസമാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചു എന്നിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള എല്ലാ സാധ്യതയും എൻ്റെ അടുത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കബളിപ്പിക്കപ്പെടരുതെന്നുണ്ടെങ്കിൽ ഫാക്ട്സ് വെരിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പോൾ എന്തെങ്കിലും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് വെരിഫൈബിൾ ആണോ എന്ന് അന്വേഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ചിലപ്പം ചില പ്രയോഗങ്ങളുണ്ട്, ഭാഷാ പ്രയോഗങ്ങളുണ്ട്. ഇത് തീരെ നന്നല്ല, ഒട്ടും നന്നല്ല, വേസ്റ്റ് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ പറയാൻ മതി. അതായത് പലപ്പോഴും ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ അത് ഫാക്ച്വലായിട്ടുള്ള ലാംഗ്വേജുകളല്ല, അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുന്നവർ എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്കിഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്, അല്ലാണ്ട് സംഭവം മോശമാണെന്നുള്ളതല്ല. ഇപ്പോൾ ഒരു സിനിമേനെ പറ്റി ഒരാൾ അഭിപ്രായം പറയാം, ആ സിനിമ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്, അല്ലാണ്ട് ആർക്കും ഇഷ്ടപ്പെടില്ല എന്നുള്ളതല്ല. നിങ്ങൾക്ക് ആ സിനിമാ സംവിധായകനോടോ ആ നടനോടോ ഒന്നും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇയാൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്തും പറയും, ഇയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നാട്ടുകാർക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് നമ്മളുടെ തെറ്റായ പെർസ്പെക്റ്റീവ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഫർമേഷൻ്റെ ഫാക്റ്റ് മനസ്സിലാക്കാണ്ട് അഭിപ്രായങ്ങളെ ഫാക്റ്റാക്കിയിട്ട് എടുത്ത് ചാമ്പും അല്ലേ. നമ്മൾ ഒരു കാര്യം നമ്മളോട് ഒരാൾ പറയുന്ന സമയത്ത് നമ്മൾ ന്യൂട്രലായിട്ട് ആ സംഭവങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ന്യൂട്രലായിട്ട് എടുത്തേക്കാം. ഒരാൾ പറയുകയാണ്
ഇവൻ ചെയ്തത് ശരിയായില്ല എന്ന് പറയുമ്പോൾ ഇവൻ ചെയ്തത് ശരിയായില്ല എന്നുള്ളത് മാറ്റുക, ഇവൻ എന്താണ് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കുക. ആ ചെയ്തതിൻ്റെ ശരികേട് എന്താണെന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുക, വേറൊരാൾ പറയുന്നതനുസരിച്ചല്ല. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ പറയുന്ന ആളുടെ അതേ തീവ്രതയല്ലാണ്ട കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. നൗ ഇത്രയും സമയം നമ്മൾ ചിലവാക്കിയിട്ട് ഒരു കാര്യത്തിനെ ഡെസിഫർ ചെയ്തിട്ട് നമ്മളുടെ ഒപ്പീനിയനും ഫാക്റ്റും ഒക്കെ വേർതിരിച്ച് കാണണമെന്നുണ്ടെങ്കിൽ അതിന് സമയം പലപ്പോഴും ആൾക്കാർക്കില്ല. അതുകൊണ്ട് ഏറ്റവും ഈസി എന്താ ആൾക്കാർക്ക്? ഏറ്റവും ഈസി ആ വരുന്ന സംഭവം നമ്മളുടെ ചിന്തയ്ക്ക് യോജിക്കുന്നതാണെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, ശരിയായാലും തെറ്റായാലും. ഇതാണ് വലിയൊരു പ്രശ്നം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ ആൾക്കാരോട് പറയുന്നത് വസ്തുതാപരമായിരിക്കണം എന്നുള്ളൊരാഗ്രഹം ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ കാര്യമുള്ളൂ കേട്ടോ. അതായത് നമ്മൾ ആൾക്കാരോട് പറയുന്നത് വസ്തുതാപരമാവണ്ട എന്ന് വിചാരിക്കുകയാണെങ്കിൽ, ആവുന്നതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതൊക്കെ അപ്രസക്തമാണ്. ഞാൻ ഈ പറയുന്നതൊക്കെ അപ്രസക്തമാണ്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഏത് പക്ഷത്താണെങ്കിലും ഏത് ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നുള്ളതാണെങ്കിലും വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ പറയണം എന്നുള്ളൊരാഗ്രഹമുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത് തന്നെ. അങ്ങനെ പ്രതീക്ഷ ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് നമുക്കെന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടാമത്തെ പോയിന്റ്, വൈ എന്നുള്ളൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് എന്നുള്ളത്. ഇതൊരു ഞങ്ങൾ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ ഞങ്ങൾ 5 മെത്തേഡ് 3 എന്നൊക്കെ പറയും. അതായത് ഒരു സംഭവം എന്തുകൊണ്ടത് ശരിയല്ല, പിന്നെ ചോദിക്കുക എന്തുകൊണ്ടത് ശരിയില്ല. ആ റിപ്പീറ്റഡ്ലി എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു, അതിന് കാരണം ഇതാണ്, എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു, അതിന് കാരണം ഇതാണ്. അങ്ങനെ 3-4 പ്രാവശ്യം വൈ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാവും. ഈ സംഭവം നടക്കാനുള്ള കാരണം, ഫണ്ടമെൻ്റൽ പ്രോബ്ലം ഇതാണ് എന്നുള്ളത്. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ കുറച്ച് കാലം മുമ്പേ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അതായത് ഒരു ഇംഗ്ലീഷ് കർണാടകയിൽ പോയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചതിന് റഹീമിനെ ആൾക്കാർ ട്രോൾ ചെയ്യുന്നൊക്കെ. പക്ഷെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് എപ്പോഴും മലയാളികളെ ട്രോൾ ചെയ്യുന്നുണ്ട്. അതിപ്പം റഹീമിനോട് ദേഷ്യമുള്ള ആൾക്കാർ റഹീമിനെ ട്രോൾ ചെയ്യും. മുല്ലപ്പള്ളി ഇംഗ്ലീഷ് സംസാരിച്ചാൽ മുല്ലപ്പള്ളിനെ ട്രോൾ ചെയ്തിട്ടുണ്ട്. ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്നുള്ളതിന് ബീറ്റ് അബൌട്ട് ദ ബുഷ് എന്ന് പറഞ്ഞതിന് അയാളെ കുറേ പേർ ട്രോൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ട്രോൾ ചെയ്യുന്ന ആൾക്കാർ റഹീമിൻ്റെ പാർട്ടിക്കാരായിരിക്കും. അതേപോലെ തന്നെ നമ്മളെ രാഹുൽ ഗാന്ധി വന്നിട്ട് മലയാളം പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മലയാളത്തിൻ്റെ കേരളത്തിൽ വന്ന് കേരളത്തിൽ ഇലക്ഷൻ നിൽക്കുന്നതുകൊണ്ടാണ് തൈര് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനൊക്കെ അറിയാക്കി അല്ലേ. മോദി എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് മോദീനെ കളിയാക്കും. മോദി എവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒപ്റ്റിക്കൽ ഫൈബർ എന്നുള്ളതിന് പൊളിറ്റിക്കൽ ഫൈബർ, സ്ലിപ്പ് ഓഫ് ടങ്, റൈറ്റ്, അയാളെ കളിയാക്കും. അങ്ങനെ ഏത് ആള് എന്ത് തെറ്റ് പറ്റിയാലും അതിനെ കളിയാക്കുന്ന ഒരു സംഭവം. കാരണം എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല. കാരണം ഇപ്പോൾ റഹീം എന്തുകൊണ്ട് അവിടെ അങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ വൈ എന്നുള്ള ചോദ്യം ഒന്നും ആൾക്കാർക്കില്ല. റഹീമിന് രാഹുൽ ഗാന്ധി എന്തേ പറഞ്ഞു തെറ്റി, വൈന്നൊന്നുമില്ല, അത് അതിൻ്റെ മെക്കിട്ട് കയറുക, മുല്ലപ്പള്ളിനെ മെക്കിട്ട് കയറുക, മോദീനെ മെക്കിട്ട് കയറുക. ഇതല്ലാതെ എന്തുകൊണ്ടാണ് സംഭവം നടക്കുന്നതെന്ന് വൈ എന്ന് റിപ്പീറ്റഡ്ലി ചോദിക്കേണ്ട ഒരു ആവശ്യം ആൾക്കാർക്കില്ല എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റഹീമിൻ്റെ കേസിൽ എനിക്ക് തോന്നിയൊരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റഹീം എന്നല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവരുടെ ആ സംസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ ഒരു ക്രാഷ് കോഴ്സായിട്ടെങ്കിലും ഇംഗ്ലീഷ് ഹിന്ദിയും സംസാരിക്കാൻ അവരെ പഠിപ്പിച്ചിരിക്കണം. അത് വളരെ ആവശ്യമാണ്. അതെന്തുകൊണ്ട് പാർട്ടികൾ ചെയ്യുന്നില്ല? അത് വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല. കാരണം വിദ്യാഭ്യാസം ഉള്ള ആൾക്കാർക്കും വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരും ഇംഗ്ലീഷ് മര്യാദയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സിൽ പഠിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയുന്ന ഭാഷ പോലും ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് വിചാരിച്ച മാതിരി ഉപയോഗിക്കാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പം ഈ വൈ എന്ന് ഒരു പ്രശ്നത്തിനോട് ചോദിക്കുമ്പോൾ അതിൻ്റെ അവസാനം കിട്ടുന്ന റൂട്ട് കോസ് ഉണ്ട്. എന്ത് കാരണം കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്? അവിടെ ഒരു പരിഹാരം കണ്ടെത്തേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. പക്ഷെ അധികം ആൾക്കാർക്കും പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് അവർക്ക് താല്പര്യമുള്ള സംഭവമല്ല. അവർക്ക് ഈ ഒരു എൻ്റർടൈൻമെൻറ്റ്, ട്രോളിങ് സംഭവങ്ങൾ മാത്രമേ താല്പര്യമുള്ളൂ. അപ്പോൾ ഈ പരിഹാരം കണ്ടെത്താനും നമ്മളുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഫാക്ട്സ് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും പ്രസക്തി തോന്നാൻ വഴിയുള്ളൂ. അടുത്തൊരു പോയിന്റ്, എക്സാമിൻ സോഴ്സസ് എന്നുള്ളതാണ്.
അതായത് എവിടെ നിന്നാണ് ഇൻഫർമേഷൻ വരുന്നത്, പ്രത്യേകിച്ച് വാട്സാപ്പിൽ വരുന്ന ഒരു സാധനം ഞാൻ വിശ്വസിക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പല സ്ഥലത്തു നിന്ന് ഫോർവേഡ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. അത് ആരയച്ചു തന്നാലും ഒരു ലിങ്കും ഞാൻ ക്ലിക്ക് ചെയ്യില്ല. അത് വളരെ കൃത്യമായിട്ട് നോക്കിയിട്ട് ഇതെന്താണ് സാധനം എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ക്ലിക്ക് ചെയ്യുള്ളൂ. കാരണം ഇതിൻ്റെയൊക്കെ സോഴ്സ് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷെ കുറച്ച് സമയം ചിലവാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സോഴ്സ് മനസ്സിലാക്കാം. ചില സംഭവങ്ങൾ ഫോർവേഡ് ചെയ്ത് വരും, എന്ത് തോന്നിവാസമാണിത്. പിന്നെ നോക്കുമ്പോഴാണ് ഇത് 5 കൊല്ലം മുമ്പത്തെ ഒരു വാർത്തയാണ്. അത് നോക്കാണ്ട് നമ്മളിത് ഇപ്പം നടന്ന വാർത്തയാണെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് അതിൻ്റെ മുകളിലുള്ള ബഹളം തുടങ്ങി. അപ്പോൾ സോഴ്സ് എക്സാമിൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് ഒന്ന് പോസ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പേ. ഇഫ് എ ന്യൂസ് ഇസ് ടു ബാഡ് or too good to be true, it is probably not true എന്നുള്ളതാണ്. വളരെ നല്ല വാർത്തയാണ്, വളരെ മോശം വാർത്തയാണ്, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണെങ്കിൽ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല, അത് ഫാക്റ്റ് ആയിരിക്കില്ല ചിലപ്പം. കാരണം ഒരു നടന്ന സംഭവത്തിനെ പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് അത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്കും അത് സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർക്കും ഒരേപോലെ അയച്ചു കൊടുത്തിട്ട് രണ്ടുപേരെയും ട്രിഗർ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഒരു ആവശ്യം. അതിൽ പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ സോഴ്സസ് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണമെന്നുള്ള. ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പം കുറേ പോസ്റ്റുകളോ കുറേ കാര്യങ്ങൾ റിയാക്ട് ചെയ്യലും കുറേ സ്ഥലത്ത് കമൻറ്റ് ചെയ്യലും കുറേ ഫോർവേഡിങ്ങും ഒന്നും നടക്കാതെ വരും. അപ്പോൾ നമ്മൾ ബേസിക്കലി സാമൂഹ്യ മാധ്യമത്തിൽ വെറുതെ ഒരു ഒബ്സർവർ മാത്രമായിട്ട് നിൽക്കേണ്ടി വരും ചിലപ്പം പല കാര്യങ്ങളും. ദാറ്റ്സ് ഓക്കെ, യു ക്യാൻ ബി എൻ ഒബ്സർവർ, യു ഡോണ്ട് ഹാവ് ടു റിയാക്ട്, ജസ്റ്റ് ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഇസ്. നമ്മളുടെ ഫസ്റ്റ് ഇംപ്രഷൻസ്, അപ്പോഴതിന് മുമ്പ് നേരത്തെ കാര്യത്തിൽ ഒന്നും കൂടെ പറയണ്ടേ, പോപ്പുലാരിറ്റി റിലേറ്റഡ് ട്രെൻഡിങ് ടോപ്പിക്സ് ഇങ്ങനത്തെ സംഭവത്തിലൊക്കെ സോഴ്സസ് എക്സാമിൻ ചെയ്യേണ്ട വലിയ ആവശ്യമുണ്ട്. കാരണം ഒരു വാർത്ത ട്രെൻഡിങ് ആവുന്നത് അത് സത്യമായതുകൊണ്ടോ വസ്തുതാപരമായിട്ട് ശരിയായതുകൊണ്ടോ ഒന്നുമല്ല. ട്രെൻഡിങ് ആവുന്നത് അത് കുറച്ച് ആൾക്കാരുടെ എന്തെങ്കിലും ഒരു ഇമോഷനെ ട്രിഗർ ചെയ്യുന്നിട്ടുള്ളതാണ്. അവരുടെ ദേഷ്യമായിരിക്കാൻ മതി, അവരുടെ സങ്കടമായിരിക്കാൻ മതി, സന്തോഷമായിരിക്കാൻ മതി, എന്തെങ്കിലും ഒരു ഇമോഷനെ ട്രിഗർ ചെയ്യുന്നതുകൊണ്ട് പലതും ട്രെൻഡിങ് ആവുന്നത്. അല്ലാണ്ട് ഇത്ര ട്രെൻഡിങ് വാർത്തകളൊന്നും ഉണ്ടാകുന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു ലോകമൊന്നുമല്ല നമ്മളിത്. അനാവശ്യമായിട്ടുള്ള കുറേ സംഭവത്തിനെ ട്രെൻഡിങ് ആക്കുക എന്നുള്ളതാണ് ഒരുവിധം എല്ലാവിധ കണ്ടൻറ് പ്ലാറ്റ്ഫോംസിൻ്റെയും മെയിൻ ലക്ഷ്യം എന്നുള്ളതാണ്. അപ്പം കമ്മിങ് ടു ചാലഞ്ച് ഫസ്റ്റ് ഇംപ്രഷൻസ്. നമുക്കൊരാളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളുടെ ഇൻഫർമേഷൻ നമ്മൾ വന്നിട്ട് ഒരു വാർത്ത വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഇംപ്രഷൻ വരും, അത് ഗംഭീരമാണല്ലോ, നല്ലതാണല്ലോ, ഇത് ശരിയല്ലല്ലോ എന്നുള്ളത്. നമ്മളുടെ ആ ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ ചാലഞ്ച് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം, എന്താ പെട്ടെന്ന് എനിക്കിത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം, എനിക്കിത് പെട്ടെന്നൊരു ദേഷ്യം വരാൻ ഇതിനോട് എന്താ അതിന് കാരണം? അത് ചാലഞ്ച് ചെയ്യുക എന്നത് വളരെ ആവശ്യമാണ്. കാരണം എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആവാൻ ഞാൻ മിസ് ചെയ്യുന്ന എന്തേലും പോയിൻ്റ് ഉണ്ടോ അതിൽ? ഭയങ്കര ഒരു വെറുപ്പ് എനിക്ക് ഉണ്ടാവുന്നുള്ളൂ ഈ കാര്യത്തിനോട്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? ഈ വെറുപ്പുണ്ടാവാനുള്ള കാരണം എന്താണ്? വൈ എം ഐ ഫീലിംഗ് ആ ഒരു ദേഷ്യവും ഹേറ്റ്രഡും ഒക്കെ എന്തുകൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളത് അന്വേഷിക്കുന്നത്. അതൊരു സ്കില്ലാണ് ആ ചോദ്യം ചോദിക്കുക എന്നുള്ളത്. അതേമാതിരി നമ്മളുടെ കൺക്ലൂഷൻ, നമ്മളെപ്പോഴും ഒരു തീർപ്പ് കൽപ്പിക്കലുണ്ട്, ഒരു കൺക്ലൂഷൻ ഉണ്ട്, അത് ചെയ്യാൻ തന്നെയാണ്. ആ കൺക്ലൂഷൻ ഡിലേ ചെയ്യാം. നമ്മളൊരു കൺക്ലൂഷനിൽ എത്തേണ്ട ആവശ്യമില്ല, കൺഫ്യൂഷനിലിരിക്കാം. നമുക്ക് ചില കാര്യങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാം, തെറ്റൊന്നുമില്ല കൺക്ലൂഷനിലേക്ക് എത്തേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാ കാര്യത്തിലും. അപ്പോൾ കൺക്ലൂഷൻ ഡിലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഏതൊരു ട്രെൻഡിങ് വാർത്തയും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആയിരിക്കും, മുമ്പൊക്കെ ഞാൻ കുറേ ട്രെൻഡിങ് വാർത്തകൾക്കൊക്കെ റിയാക്ഷൻ ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പം പല വാർത്തകൾക്കും നമുക്ക് റിയാക്ഷൻ്റെ ആവശ്യം ഇല്ലാതെ പോകുന്നു. ചില വാർത്തകൾക്ക് റിയാക്ട് ചെയ്യാം, കാരണം എന്താ വെച്ചാൽ അതിൻ്റെ നമ്മൾ ആ വാർത്തയെക്കുറിച്ചല്ല, വാർത്തയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചില വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കാരണം ആ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ റഹീമിൻ്റെ ഈ ഇഷ്യൂ വന്ന സമയത്ത് പിറ്റേ ദിവസം തന്നെ ഞാനൊരു വീഡിയോ ഇട്ടു. കാരണം എന്താ വെച്ചാൽ റഹീം എന്നുള്ള വിഷയമല്ല അവിടെ. ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുക എന്നുള്ളത് നമ്മളുടെ ഡിഗ്രിയുമായിട്ട് ബന്ധമില്ല, അത് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു സാധനമാണ്. എന്നിട്ടും ആൾക്കാർ അതിനൊന്നും ഇതാക്കുന്നില്ല. പിന്നെ
10-28 വർഷം പുറത്ത് ജീവിച്ച് ഇംഗ്ലീഷുകാരുമായിട്ടും ഇംഗ്ലീഷിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഇംഗ്ലീഷ് കേട്ട് കഴിഞ്ഞിട്ടും കേരളത്തിൽ നിന്നാണ് ആകെ ആൾക്കാർ കളിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ മലയാളികൾ എന്നുള്ള രീതിയിൽ നമ്മളെ സ്ഥായിയായ പുച്ഛം എന്നുള്ള ഭാവം നമ്മളെ ഒരു ഗുണമില്ലാണ്ടാക്കുന്നുണ്ട്. കാരണം ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ അപഹാസ്യരാവുകയാണ് ചെയ്യുക നമ്മളുടെ പുച്ഛം കാരണം എന്നുള്ളത് കൂടെ പറഞ്ഞിട്ട്. കാരണം എന്താ വെച്ചാൽ ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ കളിയാക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവനും ഒരക്ഷരം മര്യാദയ്ക്ക് പറയാത്തവനും റഹീമനെ കളിയാക്കും, മറ്റാളെ കളിയാക്കും, ഇയാളെ കളിയാക്കും ഒക്കെ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യമില്ലല്ലോ, മലയാളം അറിഞ്ഞാൽ മതി. അതാണ് അതിൻ്റെ ഒരു സംഭവം. പിന്നെ ഉള്ളൊരു ബിവെയർ സെർട്ടനിറ്റി, അതായത് എന്താണ് ശരി എന്നാരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്വസ്റ്റ്യനബിളാണ്. കാരണം എന്താ വെച്ചാൽ അതിനപ്പുറമായിട്ടൊരു ശരിയില്ല എന്നുള്ളത് പറയുകയാണ്. അത് വിശ്വാസ ഗ്രന്ഥങ്ങളായാലും വിശ്വാസങ്ങളായാലും എന്താണെങ്കിലും ആരെങ്കിലും എന്നോട് പറയുകയാണ് ഇതാണ് ശരി, ഇതിൻ്റെ അപ്പുറം ശരിയില്ല എന്ന് പറഞ്ഞാൽ എന്നാൽ എന്തോ പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അറിയുന്ന, സർവവും മനസ്സിലാക്കുന്ന അങ്ങനത്തെ ഒന്നുമില്ല. നമുക്കറിയാത്ത എത്രയോ കാര്യം ഈ ലോകത്തുണ്ട്. എന്നും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനുഷ്യകുലം എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ശാസ്ത്രം വഴിയായാലും എന്ത് രീതിയിലാണ് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തൊരു സ്പീഷീസ്, എന്തൊക്കെ തലം ജീവജാലങ്ങളുണ്ട് ഈ ലോകത്ത് എന്നതുപോലും നമ്മൾ ഫുള്ളി കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു സമയത്ത് ആൾക്കാർ വളരെ സേർട്ടനായിട്ട് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ബിവെയർ സെർട്ടനിറ്റി. നമ്മളൊന്ന് ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേർട്ടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കാം, ഓക്കെ ഇത് സേർട്ടനാണ് എന്ന് ഇവർ പറയുന്നുണ്ട്, എന്താണ് സേർട്ടൻ അല്ലാതിരിക്കാനുള്ള വേറൊരു കാരണം എന്തായിരിക്കും എന്നുള്ളത്, ഒരു ആൾട്ടർനേറ്റീവ് പോസിബിലിറ്റി എന്താണെന്നുള്ളത് അന്വേഷിക്കാം. ആൾട്ടർനേറ്റീവ് പോസിബിലിറ്റി പലപ്പോഴും എല്ലാവർക്കും ഒരു സൈഡ് മാത്രം പിടിക്കാനുള്ളതുകൊണ്ട് നമ്മൾ ഈ ആൾട്ടർനേറ്റീവ് പോസിബിലിറ്റി പബ്ലിക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടു എന്നിരിക്കും. പക്ഷെ നമ്മളുടെ ഉള്ളിലെങ്കിലും നമ്മൾ ഈ ആൾട്ടർനേറ്റീവ് പോസിബിലിറ്റി കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തണം, അറ്റ്ലീസ്റ്റ് ആസ് എ തോട്ട് എക്സ്പെരിമെൻറ്റ്. ഇൻറ്റൻഷനലി ഈ പറഞ്ഞ ഇത് സേർട്ടനാണ്, ഇത് ശരിയാണ്, ഇതേ ശരിയുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് അന്വേഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഇതൊക്കെ എഫേർട്ടുള്ള സംഭവമാണ്. ഇതിനെക്കാട്ടും എളുപ്പം ഇതൊക്കെ എടുത്തിട്ടാണ് ഫോർവേഡ് ചെയ്യുക, ഇവിടൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു രീതിയാണ്. പക്ഷെ അതിനപ്പുറമായിട്ട് മാറി ചിന്തിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ് ഈ എപ്പിസോഡ്. അല്ലാണ്ട് പറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഈ എപ്പിസോഡിൻ്റെ ഒരു ആവശ്യമില്ല. വേറൊരു കാര്യമുള്ള എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളരെ സേർട്ടനായി ആണ് എന്ന് നമുക്ക് ബോധ്യം വരുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ക്യൂരിയസ് ആവുക. എനിക്ക് ഇത്ര ഉറപ്പെന്താ ഈ കാര്യത്തിൽ, എൻ്റെ ഉറപ്പ് ശരിയാവാതിരിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളത് സ്വയം അന്വേഷിക്കാം. ഇത് നമ്മളുടെ ചിന്തകളാണ്, മറ്റൊരാളുടെ മാത്രമല്ല. നമ്മളുടെ ചിന്തകൾ വരുന്ന സമയത്ത് നമുക്ക് വളരെ സേർട്ടൻ ആവുന്ന സമയത്ത് ആ സേർട്ടനിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്കുണ്ട്. കാരണം നമ്മൾ അത്ര ഉറപ്പിച്ചിട്ട് ചില സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അല്ലേ? എന്ത് നമ്മൾ ഉറപ്പായാലും അതിനൊരു സെർട്ടൻ എമൗണ്ട് ഓഫ് ഉറപ്പില്ലായ്മ ഉണ്ട്. ആ പോസിബിലിറ്റി എന്താണെന്നും കൂടെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ് നല്ലത്. വഴി ശരിയാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ വഴി തെറ്റാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വേണം. ലുക്ക് ഫോർ ആൾട്ടർനേറ്റീവ്സ്. അത് ഏതൊരു വാർത്ത, എന്തൊരു ഇൻഫർമേഷൻ ആണെങ്കിലും അതിനൊരു ആൾട്ടർനേറ്റീവ് നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ട്. ഈ സെർട്ടനിറ്റീൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ എനിക്ക് പറയണമെന്നുണ്ട്. കാരണം വളരെ സിമ്പിൾ ആൻസേഴ്സ് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അവിടെയാണ് ആൾക്കാർ ഒന്നെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ചീത്ത. ഇതിൻ്റെ ഇടയിലുള്ളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള സംഭവങ്ങളെ ഡിസിഫർ ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമില്ല. ആൾക്കാർക്ക് എപ്പോഴും വളരെ സിമ്പിളായിട്ടുള്ള ബൈനറി ഉത്തരങ്ങളാണ് ആൾക്കാർക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഫാക്ടറാണ്. ആൾട്ടർനേറ്റീവ് തോട്ട്സ്, ഈ സെർട്ടനിറ്റി പോലെ തന്നെ ആൾട്ടർനേറ്റീവ് തോട്ട്സ്
നമുക്ക് ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ നമുക്ക് ഒരു കാര്യം വാർത്ത നമ്മളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ആ വാർത്തയെ ഡെസിഫർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം എപ്പോഴും. അപ്പോൾ എനിക്കറിയുന്ന ഫാക്ട്സ്, എനിക്കറിയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നുള്ളത് ഞാൻ എന്നോട് സ്വയം ചോദിക്കുക കൂടി ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. പിന്നൊന്നുള്ളത് ബിലീഫ്സ്, നമ്മളുടെ വിശ്വാസങ്ങളെ തെളിവ് ഉപയോഗിച്ച് ആ വിശ്വാസങ്ങളെ നമ്മൾ കറക്റ്റ് ചെയ്യണം റെഗുലർലി. ഇപ്പോൾ ഒരു മതവിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആൾക്കാർ എപ്പോഴും ചേരിതിരിയും. ഇതിന് തെളിവ് ആവശ്യമില്ല, തെളിവ് വേണ്ട എന്നൊക്കെ പറയും. ഞാൻ അതിലേക്ക് ആ ഡിബേറ്റിലേക്ക് കിടക്കുന്നില്ല. എൻ്റെ ഈ കാര്യത്തിലുള്ള എൻ്റെ അഭിപ്രായങ്ങൾ വളരെ കൃത്യമാണ്. തെളിവില്ലാതെ വിശ്വസിക്കരുത്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ തെളിവ് കിട്ടും, ചില കാര്യങ്ങൾ നമുക്ക് വിശ്വാസമായിട്ടുണ്ടാവും. മതി, ഇയാൾ എന്നെ ചതിക്കില്ല എന്നുള്ള ഒരു വിശ്വാസമാണ് നമ്മളുടെ, അല്ലേ? മനുഷ്യർ സ്വതവേ നല്ലവരാണെന്നൊക്കെ വിശ്വാസം. പക്ഷേ കുറച്ച് നമ്മളുടെ എക്സ്പീരിയൻസ് കാരണം ആ വിശ്വാസത്തിന് കോട്ടം സംഭവിച്ചെന്നിരിക്കും. നമുക്ക് ചിലപ്പം ഒരു പ്രത്യേക ടൈപ്പ് ആൾക്കാർ നമ്മളെ പറ്റിച്ച് വിചാരിക്കാം, ഒരു രാജ്യത്തുള്ള ആൾക്കാർ. അപ്പോൾ നമുക്ക് ആ രാജ്യത്തുള്ള ആൾക്കാരെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളൊരു ജനറലൈസേഷൻ നമ്മൾ ചിന്തിച്ച് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ജനറലൈസേഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താണ് എവിഡൻസ്? അങ്ങനെ എല്ലാ ആൾക്കാരും ഒരു രാജ്യത്തും ഒരു ഭാഗത്തു നിന്നുള്ള ആൾക്കാർ മോശമാവുമോ? അതിനുള്ള തെളിവ് എന്താണ്? എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് എൻ്റെ തെളിവ്. അപ്പോൾ തെളിവ് കണ്ടെത്തിയിട്ട് ആ തെളിവുകൾ വേണം നമ്മളുടെ ബിലീഫ് സിസ്റ്റത്തിനെ റീഇൻഫോഴ്സ് ചെയ്യാൻ. വിശ്വാസങ്ങൾ ഉണ്ടാവും, ആൾക്കാർക്ക് പലതരത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാൻ മതി. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എവിഡൻസ് അന്വേഷിക്കുകയും ആ വിശ്വാസങ്ങളെ റീഡിഫൈൻ ചെയ്യുകയും ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. അത് മതവിശ്വാസമാണെങ്കിലും അല്ലാത്ത വിശ്വാസമാണെങ്കിലും. ഒറ്റയടിക്ക് മാറാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ ഒരു സെറ്റ് ഓഫ് വിശ്വാസങ്ങൾ ഒറ്റയടിക്ക് രാത്രി മാറാനൊന്നും പറ്റില്ല. ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ മനസ്സിലാക്കി മാറുകയാണ് ചെയ്യുക. നമ്മളുടെ തെറ്റായ ധാരണകൾ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ധാരണകൾ നമ്മൾ ചിന്തിച്ചിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മളോട് വി ഷുഡ് ക്രെഡിറ്റ് അവർ സെൽസ്, വി ഷുഡ് റിവാർഡ് അവർ സെൽസ് ഫോർ ദാറ്റ് കറക്ഷൻ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ആൾക്കാർ ഈ ലോകത്ത് ചെയ്യാത്തൊരു സംഭവമാണ്. ആൾക്കാർ അവനവൻ്റെ ചിന്തകളും അവനവൻ്റെ പൊസിഷൻസും അവനവൻ്റെ നിലപാടുകളും കറക്റ്റ് ചെയ്യാൻ പല ആൾക്കാരും തയ്യാറല്ല. അപ്പോൾ അവിടെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ പോയിന്റുകളിൽ കൂടി നമ്മൾ സഞ്ചരിച്ച് നമ്മുടെ മുമ്പിൽ വരുന്ന വാർത്തകൾ, ന്യൂസ് ഫീഡിൽ വരുന്ന വാർത്ത, ഒരാളെ പറ്റിയിട്ടുള്ള വാർത്ത, നമ്മൾ ന്യൂസ് വായിക്കുന്ന സംഭവം, ഒരാൾ നമ്മളോട് പറയുന്നത്, നമ്മൾ കേൾവിയുള്ള സംഭവങ്ങൾ, ഈ സംഭവങ്ങളൊക്കെ കുറച്ച് സമയമെടുത്താൽ നമുക്ക് ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യവും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ആ സമയം ചിലവാക്കാൻ പലപ്പോഴും നമുക്ക് സൗകര്യമില്ല എന്നുള്ളതാണ്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ട എന്ത് വാർത്ത കേട്ടാലും റിയാക്ട് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. ഒന്നിനും ഞാൻ പ്രതികരിക്കില്ല എന്നുള്ളത്, എല്ലാത്തിനും ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് പ്രതികരിക്കുന്നുള്ളത്, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കുന്നത്. അത് സാമൂഹ്യ മാധ്യമത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം പ്രത്യേകിച്ച് ന്യൂസ് മീഡിയ ആൾക്കാർക്ക് ഇമ്മീഡിയറ്റ്ലി ചൂടോടുകൂടി ഈ വാർത്ത മുന്നോട്ട് എത്തിച്ചാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാത്തിൻ്റെയും പെട്ടെന്നൊരു നിഗമനത്തിലെത്താൻ വേണ്ടി, ഒരു നിലപാടിലെത്താൻ വേണ്ടി അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് അത് മുന്നോട്ട് എത്തിക്കുക എന്നുള്ളത് ആൾക്കാരുടെ ആവശ്യമായിട്ട് വരും. അപ്പം ട്രെൻഡിങ് വാർത്തകളല്ല, പാറ്റേൺസും കോംപ്ലക്സിറ്റീസും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആൾക്കാരുടെ പുസ്തകങ്ങൾ വായിക്കുകയും ആർട്ടിക്കിളുകൾ വായിക്കുകയും ഒക്കെയാണ് റീലുകളെക്കാട്ടും വിവരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. പക്ഷേ മെജോറിറ്റി ഓഫ് ആൾക്കാർ അല്ലാത്ത സാധനത്തിന് മുകളിലാണ് ഡിപ്പെൻഡ് ചെയ്യുക. അപ്പം എൻ്റെ പ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയൊക്കെ പറയുന്നത് കേൾക്കാനും ആ രീതിയിൽ ചിന്തിക്കാനും താല്പര്യമുള്ള ആൾക്കാർ, നിങ്ങളൊക്കെ ഏത് രാഷ്ട്രീയ പക്ഷത്താണെങ്കിലും ഇമ്മെറ്റീരിയലാണ്. എല്ലാ രാഷ്ട്രീയ പക്ഷത്തുള്ള എല്ലാ വിശ്വാസത്തിൻ്റെയും ഭാഗത്തുള്ള ആൾക്കാർ വസ്തുതാപരമായിട്ട് സമയമെടുത്ത് റിയാക്റ്റീവ് അല്ലാണ്ട് കോംപ്ലക്സിറ്റി മനസ്സിലാക്കി സിമ്പിൾ നറേറ്റീവ്സ് അല്ലാണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിഫറൻസസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ സമൂഹം വളരെ രസകരമായിട്ടുള്ളൊരു ഹെൽത്തി കോൺവെർസേഷനും കോൺഫ്ലിക്റ്റിനും
ഒരു ഡിഫറൻസസ് സംസാരിച്ച് തീർക്കാൻ വേണ്ടിയുള്ള സംവാദത്തിന് വേണ്ടിയിട്ടുള്ള വേദിയായി മാറും എന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതാരൊക്കെയും ഗുണമുണ്ടെങ്കിൽ ഇത്രയും കേട്ടിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് ഇത് ഗുണകരമാണെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം. താങ്ക് യു.